ഇദ്ദേഹം ഉദ്ധരിക്കുന്നു നോക്കൂ. മുല്ല അലി ഖാരി റഹിമഹുള്ളയുടെ ഗ്രന്ഥത്തിലുള്ള ഇജ്മാഇ, പണ്ഡിതന്മാരുടെ ഇജ്മാഇ ഇദ്ദേഹം ഉദ്ധരിക്കാം. അദ്ദേഹം ആദ്യം പറയട്ടെ, അതിന് മറുപടി പറയാം. അദ്ദേഹം ഈ ഗ്രന്ഥം രചിക്കാൻ ഒരു കാരണമുണ്ട്. ഈ വിഷയത്തിൽ ഇമാം സുയൂത്തി പറഞ്ഞ ചില പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മുല്ല അലിയുൽ ഖാരി റഹിമഹുള്ള ഒരു ഗ്രന്ഥം തന്നെ രചിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഗ്രന്ഥമാണ് നിങ്ങൾ ഈ കാണുന്നത്. അദില്ലത്തു മുഅ്തഖദി അബി ഹനീഫത്തൽ അഅ്ലം ഫി അബവയ്യ റസൂലി അലൈഹിസ്സലാത്തു വസ്സലാം. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ളയുടെ വിശ്വാസത്തിന്റെ തെളിവുകൾ അത് സമർത്ഥിക്കുന്ന ഗ്രന്ഥമാണ് മുല്ല അലിയുൽ ഖാരിയുടെ ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥം വായിച്ചാൽ ഇതിൽ ധാരാളം ആയത്തുകളും ഹദീസുകളും ഒക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു അഭിപ്രായം സ്ഥാപിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് അവസാനം അദ്ദേഹം സലഫിന്റെ ഇജ്മാഉം ഉദ്ധരിക്കുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് ശരിക്ക് കാണാം. എന്നാണ് അദ്ദേഹം പറയുന്നത്. വഅമ്മൽ ഇജ്മാഉ ഫഖദ് ഇത്തഫഖ അസ്സലഫു വൽ ഖലഫു മിനസ് സ്വഹാബത്തി വത്താബിഈന വൽ അഇമ്മത്തിൽ അർബഅത്തി വസാഇരിൽ മുജ്തഹിദീന അലാ ദാലിക്. ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. മുൻഗാമികളും പിൻഗാമികളുമായ താബിഉകളും സ്വഹാബത്തും 4 മദ്ഹബിന്റെ അഇമ്മത്തുകളും അതേപോലെ മറ്റുള്ള മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാരുമൊക്കെ ഇത്തിഫാഖുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും ഉപ്പയും ഒക്കെ കുഫറിലാണ് മരണപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇത്തിഫാഖുണ്ട്. അതുകൊണ്ട് തന്നെ ഇജ്മാ ഉള്ള കാര്യമാണ് എന്ന് ആര് പറയാണ്? മുല്ല അലിയുൽ ഖാരി പറയാൻ. മിൻ ഗൈരി ഇൽഹാരി ഖിലാഫിൻ ലിമാ ഹുനാലിക്. അവിടെ യാതൊരു ഖിലാഫും രേഖപ്പെടുത്താതെ തന്നെ. അപ്പോ മുൻഗാമികളുടെ ഇജ്മാ ഉണ്ട്. ആ ഇജ്മായിന് ശേഷം പിന്നെ ആരെങ്കിലും ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അത് പൊക്കിക്കൊണ്ടുവന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല വേണ്ടത്. ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി എന്റെ ശ്രോതാക്കൾ പറയൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് മുസ്ലിമാണോ? അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ ചൊല്ലണോ? ഈ മുസ്ലിയാർ പറഞ്ഞതുപോലെ ഈ മുസ്ലിയാർ വല്ല രേഖയും ഉദ്ധരിച്ചില്ല. അപ്പൊ ഞങ്ങളിവിടെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് വിഷയങ്ങൾ സംസാരിച്ചത്. എന്നാൽ സമസ്തക്കാരിവിടെ ചെയ്യുന്നത് എന്താണ്? ജനങ്ങളുടെ വികാരങ്ങൾ ഇങ്ങനെ നബിയുടെ ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞ് സലഫികൾക്കെതിരെ ചില വികാരങ്ങൾ സൃഷ്ടിക്കുകയും പിൽക്കാലഘട്ടത്തിൽ യാതൊരു പ്രമാണങ്ങളുടെ പിൻബലവുമില്ലാതെ ചില പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ പൊക്കിക്കൊണ്ടുവന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് സലഫികളാണ്. നമ്മൾ പറയുന്നത് അഹ്ലുസുന്നത്തിന്റെ നിലപാടാണ് എന്ന് പറയുകയും ചെയ്യുക. എല്ലാ വിഷയത്തിലും നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ്. ഞങ്ങളാണ് അഹ്ലുസുന്നത്ത് എന്ന് പറയും. ഒരു പ്രമാണവും നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. ഈ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ അതിൽ ചില വിഷയങ്ങൾ പറയുന്നുണ്ട്. ഫിഖ്ഹുൽ അക്ബർ എന്ന ഗ്രന്ഥത്തിൽ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വാലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാഅല കുഫ്രിയും. ആ ഫിഖ്ഹുൽ അക്ബർ മുഴുവനായി നാം പരിശോധിച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഒരു സംഭവം തന്നെ അതിലില്ല. അതുപോലെ തന്നെ അതിന്റെ ഷറഈഹ് ഇത് ഈമാനോട് കൂടെ വഫാത്തായത് മുസ്ലിം മാതാപിതാക്കൾ ഈമാനോട് കൂടെ തൗഹീദിന്റെ മേൽ മരിച്ചുപോയി വഫാത്തായിപ്പോയി എന്ന് പറയുന്നതിന് എതിരാണ്, റദ്ദാണ് എന്ന് പറഞ്ഞു ഷാരി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിന് മത്തിനെ അവിടെ തന്നെ കിതാബിലില്ല. ഇനി ഈ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഇജ്മായിൽ നിന്ന് ഈ മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ലാഹ് മടങ്ങിയിട്ടുണ്ട്. അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ആ തിരുത്തി പറഞ്ഞതാണല്ലോ ഇവിടെ പറയേണ്ടിയിരുന്നത്. പിന്നെ തൗബ ചെയ്ത് അവിടുന്ന് അവസാനമായി രചിച്ചതായ ഗ്രന്ഥം ആദിയാദ് റഹിമഹുള്ളയുടെ ശിഫ, ആ ശിഫക്കുള്ള ശറഹ് മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ലാഹ് എഴുതിയിട്ടുണ്ട്. ശറഹ് ശിഫ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിന്റെ അവസാന ഭാഗം അവിടുന്ന് പറയുന്നതായി കാണാം. അവിടുന്ന് മടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട് അവസാന ഭാഗത്ത്, അമ്മാ ഇസ്ലാമു അബവൈഹി ഫഫീഹി അഖ്വാലുൻ. അവിടുത്തെ മാതാപിതാക്കളുടെ ഇസ്ലാം അതിൽ പല കൗലുകളും ഉണ്ടെങ്കിലും അഭിപ്രായം അവർ മുസ്ലിമാണ്, ഇസ്ലാമാണ് എന്നതാണ്. എന്താണ് പറഞ്ഞത്? ഈ ഉമ്മത്തിൽ നിന്നുള്ള വലിയ വലിയ പ്രമുഖരായ ആളുകൾ ഇമാമിങ്ങൾ വ്യക്തമാക്കിയതുപോലെ ഇത്തിഫാക്കായതനുസരിച്ച് തങ്ങളുടെ മാതാപിതാക്കൾ മുസ്ലിം തന്നെയാണ്. ഇതുപോലെ പറഞ്ഞത് സുയൂത്തി ഇമാം അവിടുന്ന് രചിച്ചതായ കിതാബുകൾ മാതാപിതാക്കളെ കുറിച്ച് അവിടുന്ന് ഈമാൻ മുഅ്മിനാണ് എന്ന് പറഞ്ഞ് കിതാബ് രചിച്ചിട്ടുണ്ട്. ആ കിതാബുകളിൽ പറഞ്ഞതുപോലെ
ആ കിതാബുകളെ ഗണ്ണിച്ചുകൊണ്ട് മഹാനവറുകൾ ആ കിതാബിനെ കണ്ടിച്ചുകൊണ്ട് മുല്ലാൽക്കാർക്ക് മുമ്പ് രചിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് മടങ്ങി അവർ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനോട് യോജിക്കുകയാണ്. അത് പിന്നെയുള്ളതല്ലേ പറയേണ്ടത്. അങ്ങനെ മടങ്ങിയിട്ടും തൗബ ചെയ്തിട്ടും ഉണ്ടെങ്കിലും ഖവാലിഉൽ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ കാണാം, അവിടുന്ന് മുല്ല അലി ഖാരി റഹിമഹുള്ളയുടെ വഫാത്തിന്റെ സമയത്തുള്ള രംഗം. ലമ്മാ തൂഫിയ ശൈഖ് അലിയുൽ ഖാരി, മുല്ല അലിയുൽ ഖാരി റഹിമഹുള്ള വഫാത്തായപ്പോൾ വജദഹുൽ ഗസ്സാലു മഖ്തൂഅൽ ലിസാൻ, അവിടുത്തെ മയ്യിത്ത് കുളിപ്പിക്കുന്ന ആള് അവിടെ നിന്ന് നാവ് മുറിക്കപ്പെട്ട അവസ്ഥയിലാണ് കണ്ടത്. അപ്പൊ ഫത്തമ്മൽ ഗസ്സാലു ദാലിക, ഈ കാരണത്തിന് ഇത് കണ്ടിട്ട് ആ മയ്യിത്ത് കുളിപ്പിക്കുന്ന ആളാകെ ടെൻഷനായി പോയി. ഹൈഫ യഖൂൽ മിസ്ലു ഹാദൽ ആലിമിൻ നിഹീൽ മുതഫന്നിൻ ഹദഹു ഹകദാ, ഈ നിപുണനായ ഈ വലിയ പണ്ഡിതൻ, ഈ പണ്ഡിതന്റെ അവസ്ഥ എന്താണ് എന്ന് അവിടുന്ന് ഓർത്തുകൊണ്ട് അവിടുന്ന് ആകെ ടെൻഷനായി പോയി. അവിടുന്ന് ആ ദഫൻ ചെയ്തതിന്റെ ശേഷം, മറവ് ചെയ്തതിന്റെ ശേഷം അവിടുന്ന് ആ മയ്യിത്ത് കുളിപ്പിച്ചവർ സ്വപ്നത്തിൽ കാണുകയാണ്. അവിടുന്ന് സ്വപ്നത്തിൽ വന്ന് പറയുന്നു, ടെൻഷനടിക്കണ്ട, അലാ റിസാലത്തില്ലത്തി അല്ലത്തുഹാ ഫീ തഹ്ഖീഖ് കുഫ്രി വാലിദൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖത്ഇൽ ലിസാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ കുഫറിലാണ് എന്ന് പറഞ്ഞ് ഞാൻ കിതാബ് രചിച്ചിട്ടുണ്ട്. ആ കിതാബ് രചിച്ചതിനുള്ള പ്രതിഫലമാണ്, എനിക്ക് കിട്ടിയ ഒരു പ്രതിഫലമാണ് ഈ നാവ് മുറിക്കപ്പെട്ടത് എന്നുള്ളത്. എനിക്ക് കിട്ടിയതായ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞ് ഇതിൽ പാഠം ഉൾക്കൊള്ളുന്നവർക്ക് പാഠമുണ്ട് എന്ന് അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കി വെച്ചോ, സൂക്ഷിച്ചോ. അവിടുന്ന് പറഞ്ഞത് ആ ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ മുഅ്മിനീങ്ങളാണ്, അവർ ഇസ്ലാമിന്റെ മേൽ അടിപറച്ചവരാണ്, മുസ്ലിമായി അവർ വഫാത്തായവരാണ് എന്ന് പറഞ്ഞിട്ടും തൗബ ചെയ്തിട്ടും ഈ ഒരു സംഭവം ഉണ്ടായി. അതുകൊണ്ട് നാം സൂക്ഷിക്കണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് സൂക്ഷിക്കണം. അവിടെ കുഫ്റിലാണ് എന്ന് പറഞ്ഞ് നാം അതിലായിട്ട് നാം മരിച്ചു പോയാൽ, വിശ്വാസത്തിലായി മരിച്ചു പോയാൽ അവസ്ഥ എന്താണെന്ന് നാം ഓർക്കേണ്ടതുണ്ട്, നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണം. അവിടെ പറഞ്ഞതായ ആദ്യത്തെ സംഭവമല്ല ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് ജനങ്ങൾക്ക്. അവിടുന്ന് പിന്നീട് മടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മുമ്പത്തെ സംഭവം മൻസൂഖായി പോയി.